എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹിയർ ദ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഉമർ അൽ നുഅ്മാൻ്റെയും ഷേർ ഖാൻ്റെയും കഥ തുടരുന്നു. 3 തരത്തിലുള്ള സ്ത്രീകളുണ്ട്. ഭർത്താവിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ആ ഒരേ ഒരു പുരുഷനെ മാത്രം ദർശിക്കുകയും ചെയ്യുന്ന മുസ്ലിം സ്ത്രീ, സന്താന ലാഭത്തിന് മാത്രം വിവാഹം ചെയ്യുന്ന മുസ്ലിം സ്ത്രീ, ലോകത്തിൻ്റെ മുഴുവൻ കഴുത്തിൽ തൂങ്ങുന്ന സാക്ഷാൽ വേശ്യ. 3 വിധത്തിലുള്ള പുരുഷന്മാരുണ്ട്. ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ബുദ്ധിമാൻ, സ്വയം ചിന്തിക്കുകയും മറ്റുള്ളവരുടെ ഉപദേശം തേടുകയും ചെയ്യുന്ന അതിബുദ്ധിമാൻ, ആലോചനയില്ലാതെ ഉപദേശം തേടാതെ പ്രവർത്തിക്കുന്ന വിഡ്ഢി. മഹാനായ അലി ബിൻ അബൂ ത്വാലിബിൻ്റെ പ്രസ്താവന ശ്രദ്ധിക്കൂ: സ്ത്രീകളുടെ വഞ്ചനയിൽ പെടാതെ സൂക്ഷിക്കുക. ഒരിക്കലും അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഉപദേശം ആരായരുത്. പക്ഷേ ഒരിക്കലും അവരെ എതിർക്കരുത്. കൂടുതൽ ബുദ്ധിമുട്ടാവുകയേ ഉള്ളൂ. പരിപാകതയിൽ നിന്ന് അകന്നു കിടക്കുന്ന പാത വിഡ്ഢിത്തത്തിൻ്റെ നഗരത്തിലാണ് എത്തിക്കുക. നീതി പാലിക്കുക, പ്രത്യേകിച്ചും അടിമകളോട്. നുഷ്അത്തിൻ്റെ വിലപ്പെട്ട ഉപദേശങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഖാദിമാർ വിസ്മയം കൂറി. അല്ലാ, ഞങ്ങൾ ഇങ്ങനെ ഒരു വാക്ചാതുരി അനുഭവിച്ചിട്ടില്ല. മറ്റേ 2 കവാടങ്ങളെക്കുറിച്ച് കൂടി അറിയാൻ ആഗ്രഹമുണ്ട്. അവരുടെ താൽപ്പര്യമനുസരിച്ച് നുഷ്അത്ത് വിഷയം മാറ്റി. ഞാൻ ഇനി 2ാമത്തേതായ സദ്വൃത്തിയുടെയും സൽബുദ്ധിയുടെയും കവാടം തുറക്കാം. ഈ കവാടത്തെ പരിപൂർണതയുടെ കവാടം എന്നു വിളിക്കാം. ഈ കവാടം തരണം ചെയ്യുക എളുപ്പമല്ല. അനുഗ്രഹീതർക്കേ അതിൽ പ്രവേശനമുള്ളൂ. ഒരു ദിവസം ഖലീഫ കുറുങ്കാലൻ അബൂ ബാർബൻ കൈബിനോട് ഉപദേശം ആരാഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇതാണ്: സത്യവിശ്വാസിയായ രാജാവേ, അങ്ങയുടെ തലമുടി വെട്ടിക്കണം, മീശ ചെറുതാക്കണം, പല്ലു വൃത്തിയാക്കണം, മോണ ശ്രദ്ധിക്കണം. പക്ഷേ ഇതൊന്നും വെള്ളിയാഴ്ച ചെയ്യരുത്, കാരണം അതെല്ലാം അശുദ്ധ കർമ്മങ്ങളാണ്. ഇനി എന്തെങ്കിലും ഉപദേശം നൽകാനുണ്ടോ? ഖലീഫ ചോദിച്ചു. എനിക്ക് എന്നോട് തന്നെയുള്ള ഉപദേശം ഇതാണ്: ഒരു കാൽ മുന്നിൽ വച്ചിട്ട് വേണം മറ്റേ കാൽ വലിച്ചു വയ്ക്കാൻ. 2 കാലിലും ദൃഷ്ടിയുണ്ടാവണം. നിങ്ങൾ എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറുന്നത്? അതിന് ഞാൻ ഉത്തരം പറയണമോ? തീർച്ചയായും. എൻ്റെ പത്നിയും മറ്റ് സ്ത്രീകളെപ്പോലെ ദുർബലമായ ആ വളഞ്ഞ വാരിയല്ല് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഖലീഫയ്ക്ക് കുറുങ്കാലൻ അബുവിൻ്റെ വാക്കുകൾ രസിച്ചു. നിങ്ങൾക്കെന്ത് വേണമെങ്കിലും നൽകാൻ ഞാൻ സന്നദ്ധനാണ്, ഖലീഫ സന്തോഷത്തോടെ പറഞ്ഞു. നീതിയോടെ ഭരണം നടത്തൂ, അതൊന്നേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ എന്നായിരുന്നു മറുപടി. ഖലീഫ ഉമറുൽ ഖത്താബിൻ്റെ ഭരണകാലത്ത് പൂജ്യനായ മുആയിബ് കിബ് ആയിരുന്നു ഖജാൻജി. ഒരു ദിവസം ഖലീഫയുടെ ഇളയ പുത്രൻ ആയയോടൊപ്പം വയോവൃദ്ധനായ ഖജാൻജിയെ സന്ദർശിച്ചു. അദ്ദേഹം കുഞ്ഞിന് സമ്മാനമായി ഒരു വെള്ളി നാണയം നൽകി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഖലീഫ ഖജാൻജിയെ വിളിപ്പിച്ചു. എന്താണ് ഞാനീ കേൾക്കുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, സത്യസന്ധനായ ഖജാൻജി പറഞ്ഞു. എൻ്റെ പുത്രന് ഖജനാവിൽ നിന്നും നാണയം എടുത്തു കൊടുത്തത് വലിയ തെറ്റ് തന്നെയാണ്. മുആയിബ് ജീവിതകാലം മുഴുവൻ പറയുമായിരുന്നു, ഉമറുൽ ഖത്താബിനെ പോലെ സത്യസന്ധനായ മറ്റൊരാളുണ്ടോ? ഒരു രാത്രി ഖലീഫ ഉമർ മിത്രമായ അബൂ സയ്യിദുമാരൊന്നിച്ച് ഇറങ്ങി നടക്കുകയായിരുന്നു. ദൂരെ തീ പുകയുന്നത് കണ്ടു. അരികിൽ ചെന്നപ്പോൾ ഒരു സ്ത്രീ വെള്ളം ചൂടാക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഖലീഫ ചോദിച്ചു. പ്രഭു, വിശന്നും തണുത്തും മരിക്കാറായ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ അല്പം വെള്ളം ചൂടാക്കുകയാണ്. ഞങ്ങളെ ഇങ്ങനെ പട്ടിണിക്കിടുന്ന ഖലീഫയോട് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം പകരം ചോദിക്കും. ഖലീഫ എങ്ങനെയാണ് നിങ്ങളുടെ ദാരിദ്ര്യം അറിയുക? അറിഞ്ഞാൽ അദ്ദേഹം സഹായിക്കുകയില്ലെന്ന് വിശ്വാസമുണ്ടോ? ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും കഷ്ടപ്പാടുകൾ അറിയാത്തവൻ ഖലീഫയാകുന്നതെങ്ങനെ? ഖലീഫ
ഉടനെ രാജധാനിയിലേക്ക് മടങ്ങി. അദ്ദേഹം ഒരു ചാക്ക് ധാന്യവും ഒരു ഭരണി ഇറച്ചിയും സ്വയം തോളിലേറ്റി. ഞാൻ ചുമന്നുകൊള്ളാം. അബൂ സയ്യിദ് അദ്ദേഹത്തോട് അപേക്ഷിച്ചു നോക്കി. എൻ്റെ പാപത്തിൻ്റെ ഭാരം നീ ചുമക്കുമോ എന്നായിരുന്നു ഖലീഫയുടെ മറുപടി. അദ്ദേഹം തന്നെ ആഹാരപദാർത്ഥങ്ങൾ ആ സ്ത്രീയുടെ വീട്ടിലെത്തിച്ചു. അദ്ദേഹം തന്നെ ഭക്ഷണം പാകം ചെയ്ത് ആ മാതാവിനെയും കുഞ്ഞുങ്ങളെയും ഊട്ടി. മടങ്ങുമ്പോൾ ഖലീഫ പറഞ്ഞു, ഞാനൊരു ജ്വാല കണ്ടു. അതെനിക്ക് വെളിച്ചം നൽകി. ഒരിക്കൽ ഖലീഫ വഴിയിൽ വെച്ച് ഒരാട്ടിടയനെ കണ്ടുമുട്ടി. അദ്ദേഹം അവനോട് ഒരാടിനെ വിലയ്ക്ക് ചോദിച്ചു. ഇതെൻ്റെ ആടുകളല്ല, അവൻ സത്യം പറഞ്ഞു. ഖലീഫയ്ക്ക് സന്തോഷമായി. നല്ല കുട്ടി, അടിമയായ നിന്നെ ഞാൻ വില കൊടുത്ത് സ്വതന്ത്രനാക്കാം. സത്യസന്ധന്മാരെ നിത്യവും കണ്ടുമുട്ടുക പ്രയാസമാണ്. ഒരിക്കൽ ഖലീഫയുടെ ഒരു ചാർച്ചക്കാരി അദ്ദേഹത്തെ സമീപിച്ചു. ഇക്കഴിഞ്ഞ യുദ്ധത്തിൽ അങ്ങേക്ക് ധാരാളം ധനം ലഭിച്ചെന്ന് കേട്ടു. അല്പം എനിക്കും കൂടി തരണമെന്ന് അപേക്ഷിക്കുവാനാണ് വന്നത്. ഞാൻ അങ്ങയുടെ ബന്ധുവല്ലേ? ഖലീഫ അവളോട് പറഞ്ഞു, അല്ലാഹു മുസ്ലിങ്ങളുടെ രക്ഷിതാവായിട്ടാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. എല്ലാ ധനവും അവർക്കുള്ളതാണ്. അതിൽ നിന്ന് ഒരു ചെമ്പ് തൊട്ടുപോലും ഞാൻ എടുക്കില്ല. നീ എൻ്റെ ബന്ധുവായതുകൊണ്ട് തരാൻ ഒട്ടും നിവർത്തിയില്ല. നുഷ്അത്തിൻ്റെ വിജ്ഞാനത്തെയും വാക്ചാതുരിയെയും സദസ്യർ വീണ്ടും പുകഴ്ത്തി. ഇനി ഞാൻ മൂന്നാമത്തെ കവാടത്തിലേക്ക് കടക്കട്ടെ, നന്മയുടെ കവാടത്തിലേക്ക്. പ്രവാചകനായ മുഹമ്മദിൻ്റെയും അനുയായികളുടെയും വിശുദ്ധ മുസൽമാന്മാരുടെയും ചില വിശിഷ്ട വചനങ്ങൾ ഉദ്ധരിക്കാം. ഹസ്സനുൽ ബസ്രി പറഞ്ഞു, മരിക്കാറാകുന്ന ഏതൊരുവനും നഷ്ടപ്പെട്ട അവസരങ്ങളെയും നിറവേറാത്ത മോഹഭംഗങ്ങളെയും കുറിച്ച് പശ്ചാത്തപിക്കും. ഒരിക്കൽ സഫിയാനോട് ഒരാൾ ചോദിച്ചു, ഒരു ധനികൻ ഗുണവാനാകുമോ? തീർച്ചയായും, അദ്ദേഹം മറുപടി പറഞ്ഞു. രണ്ടവസരത്തിൽ മാത്രമേ ഒരു ധനികൻ ഗുണവാനാകൂ. തൻ്റെ പണം നഷ്ടപ്പെടുമ്പോഴും അയാളിൽ നിന്നും പാരിതോഷികം ലഭിച്ച ഒരുവൻ നന്ദി പറയുമ്പോഴും. ആ സമയത്ത് ധനികൻ പറയുക ഇതായിരിക്കും, എൻ്റെ പാരിതോഷികം സ്വീകരിച്ചതുവഴി നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഒരു സൽകൃത്യം ചെയ്തിരിക്കുന്നു. അബ്ദുള്ള ബൻ ഷദ്ദാസ് ആസന്ന മരണനായപ്പോൾ തൻ്റെ പുത്രനായ മുഹമ്മദിനെ അടുത്തു വിളിച്ചു പറഞ്ഞു, എൻ്റെ അന്ത്യോപദേശം ഇതാണ്, സത്യസന്ധനായിരിക്കണം, ദൈവത്തോട് എപ്പോഴും നന്ദി പറയണം, അചഞ്ചലമായ ഭക്തിയുള്ളവനായിരിക്കണം. ഭക്തിക്കല്ലാതെ മറ്റൊരു ധനത്തിനും സന്തോഷം പ്രദാനം ചെയ്യാനാവില്ല. നിങ്ങളുടെ സ്വത്ത് ദൈവത്തിന് പങ്കിട്ട് കൊടുക്കുവാൻ പറ്റില്ല, പക്ഷേ ഭക്തി അർപ്പിക്കുവാൻ സാധിക്കും. ഭക്താഗ്രേസനായ അബ്ദുൾ അസീസ് ഖലീഫയായപ്പോൾ അദ്ദേഹം എല്ലാ ധനിക കുടുംബങ്ങളെയും വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ സകല സമ്പത്തും പൊതു ഖജനാവിലേക്ക് നൽകണം. അവർ ഉമറിൻ്റെ അമ്മായിയായ ഫാത്തിമയോട് ആവലാതി പറഞ്ഞു. ഖലീഫയ്ക്ക് വളരെയധികം ബഹുമാനമുള്ള ഒരു സ്ത്രീയായിരുന്നു ഫാത്തിമ. ഫാത്തിമ ഖലീഫയെ ചെന്ന് കണ്ടു. എന്തു വേണം അമ്മായി? ഖലീഫ ചോദിച്ചു. അങ്ങേക്കറിയാമല്ലോ ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന്. അല്ലാഹു മുഹമ്മദിനെ അയച്ചത് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാണ്. അദ്ദേഹം ആവശ്യമുള്ളത് മാത്രമേ സംഭരിച്ചുള്ളൂ. ശേഷിച്ചത് ലോകാവസാനം വരെ ജനങ്ങളുടെ ദാഹം തീർക്കാനുള്ള പുഴയാക്കി. ആ പുഴ ഒരിക്കലും വറ്റരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഫാത്തിമയ്ക്ക് ഖലീഫ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായി. അവർ ഒന്നും മിണ്ടാതെ മടങ്ങി. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഖലീഫയായി കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം എന്നാണ് അവർ പരാതിക്കാരോട് പറഞ്ഞത്. ഒരിക്കൽ ഉമർ അസ്ലാം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു എന്നെ ഒരിക്കലും അനശ്വരനാക്കുകയില്ല. യഥാർത്ഥ വിശ്വാസികൾക്കുള്ള സമ്മാനം മരണമാണ്. ഖാലിദ് ബിൻ സഫാൻ ഖലീഫയായ ഹിഷാമിനോട് പറഞ്ഞു, അല്ലാഹു അങ്ങയെ അനുഗ്രഹിക്കട്ടെ. അങ്ങയുടെ പാത്രത്തിൽ വെറുപ്പിൻ്റെ ഒരു തുള്ളി പോലും കലരാതിരിക്കട്ടെ. പുരാതന കാലത്ത് ഒരു രാജാവുണ്ടായിരുന്നു. അയാൾ എപ്പോഴും പറയും, ഔദാര്യശീലത്തിലും പുരോഗതിയിലും എന്നോട് തുല്യനായി
മറ്റൊരാളുണ്ടോ? തീർത്ഥയാത്രക്കാരനായ ഒരു പണ്ഡിത ശ്രേഷ്ഠൻ ഈ വചനം കേട്ടു. അദ്ദേഹം മറുപടി പറഞ്ഞു, രാജാവേ, അങ്ങ് ഒരു ഗംഭീര പ്രശ്നമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഉത്തരം പറയുന്നതിന് മുൻപ് ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ അഭ്യുന്നതികളെല്ലാം ശാശ്വതമാണോ? അല്ല. പിന്നെ ഇത്തരം നിസാര സംഗതികളെക്കുറിച്ച് പ്രശ്നമുന്നയിക്കുന്നതോ? അങ്ങ് പറയുന്നത് ശരിയാണ്. പ്രായശ്ചിത്തമായി ഞാൻ എന്ത് ചെയ്യണം? സ്വയം ശുദ്ധീകരിക്കണം. രാജാവ് കിരീടം മാറ്റിവെച്ചു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് മക്കയിലേക്ക് യാത്ര പോയി. അങ്ങാണെങ്കിൽ എന്തു ചെയ്യും? ഹിഷാമിൻ്റെ മനസ്സ് വല്ലാതെ ഉലഞ്ഞു. അദ്ദേഹത്തിൻ്റെ നേത്രങ്ങൾ ബാഷ്പാകുലമായി. അദ്ദേഹം കൊട്ടാരത്തിൽ കയറി വാതിലടച്ച് ധ്യാനനിരതനായി. നുഷ്അത്തിൻ്റെ ബുദ്ധിവൈഭവവും അറിവും വ്യക്തമാക്കാനായുള്ള ഭാഗങ്ങളാണ് ഇത്രയും നേരം നമ്മൾ കേട്ടത്. ഇനി അങ്ങോട്ട് കഥ തുടരുന്നതായിരിക്കും. അടുത്ത ഭാഗം നാളെ.